സംസ്ഥാനത്തെ 14 ജില്ലകളിലായി 39 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 21 സീറ്റുകൾ നേടി LDFന് മികച്ച മുന്നേറ്റം. തൃശൂരിലും എറണാകുളത്തും മലപ്പുറത്തുമായി UDFന്റെ 5 സീറ്റും BJPയുടെ 1 സീറ്റും LDF പിടിച്ചെടുത്തു. ആലപ്പുഴയിൽ UDFന്റെ 2 സീറ്റ് BJPയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഫലമറിഞ്ഞ 39 വാർഡുകളിൽ 21 സീറ്റ് ഇടതുമുന്നണി നേടി. UDF 12 വാർഡുകളിൽ ജയിച്ചപ്പോൾ BJPയും SDPയും 2 സീറ്റുകൾ വീതം നേടി. UDF വിമതനും CPIയും ഓരോ സീറ്റുകൾ വീതം വിജയിച്ചു. തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡിൽ BJP ജയിച്ച വാർഡ് LDF പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 വാർഡിലും LDF വിജയിച്ചു. എറണാകുളം ജില്ലയിലും തിരഞ്ഞെടുപ്പ് നടന്ന 5ഇടത്തും LDF വിജയിച്ചു. LDF 3 വാർഡുകൾ UDFൽ നിന്നും പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിൽ 4ഇടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFും UDFും സീറ്റുകൾ നിലനിർത്തി. കാസർഗോഡ് ജില്ലയിലും ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡുകളിൽ വൻ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചു. ഇടുക്കിയിൽ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്രനും 2 UDF സ്ഥാനാർത്ഥിയും വിജയിച്ചു. അടിമാലിയിൽ UDF ആണ് വിജയക്കൊടി പാറിച്ചത്. പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ 10ാം വാർഡ് SDPI സീറ്റ് നിലനിർത്തി. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ LDFും തകഴി ഗ്രാമപഞ്ചായത്തിൽ 1 സീറ്റിൽ UDFും 1ൽ BJPയും ജയിച്ചു. കാവലം പഞ്ചായത്തിലെ 10ാം വാർഡ് UDFൽ നിന്ന് BJP പിടിച്ചെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 12ാം വാർഡും കൊല്ലം ജില്ലയിലെ വളക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കുന്നിക്കോട് നോർത്ത് 1ാം വാർഡും UDF വിജയിച്ചു. കോട്ടയം ജില്ലയിലും UDF മുന്നേറ്റമുണ്ടാക്കി. മലപ്പുറം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 വാർഡുകളിൽ 2ഇടത്ത് LDFും 1ഇടത്ത് UDFും വിജയിച്ചു. 1ഇടത്ത് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല. UDF ലീഡിലാണ്. പത്തനംതിട്ട നഗരസഭ 13ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻസർ മുഹമ്മദ് വിജയിച്ചു. പന്തളം നഗരസഭ വാർഡ് 10ൽ SDPI സ്ഥാനാർത്ഥി വിജയിച്ചു. ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ വോട്ടുകളുടെ എണ്ണം പ്രധാനമാണ്. പത്തനംതിട്ട നഗരസഭയിലെ 13ാം വാർഡിൽ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടിയത് 443 വോട്ടാണ്. 192 വോട്ട് നേടി 2ാം സ്ഥാനത്ത് UDFും 163 വോട്ട് നേടി 3ാം സ്ഥാനത്ത് SDPIയും 142 വോട്ട് നേടി 4ാം സ്ഥാനത്ത് LDFും 7 വോട്ടുകൾ നേടി 5ാം സ്ഥാനത്ത് BJPയുമാണ്. പന്തളം നഗരസഭാ വാർഡിൽ വിജയിച്ച SDPI സ്ഥാനാർത്ഥി നേടിയത് 276 വോട്ടുകളും UDF സ്ഥാനാർത്ഥി 267 വോട്ടുകളും LDF സ്ഥാനാർത്ഥി 247 വോട്ടുകളും നേടിയപ്പോൾ BJP സ്ഥാനാർത്ഥി നേടിയത് 12 വോട്ടുകളാണ്. ശബരിമല പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇടതു വിജയങ്ങളുടെ മാറ്റ് കൂടുകയാണ്. ഹിന്ദു ധ്രുവീകരണത്തിലൂടെ വോട്ട് ഭിന്നിക്കുമ്പോഴും ഇടതുപക്ഷം മുന്നേറുന്നു എന്ന സൂചനയാണ് തിരഞ്ഞെടുപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.